ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്കൽ ചാർട്ടുകളിൽ കണ്ടുവരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺസ്. അപ്പോൾ ആ ഒരു പാറ്റേണിനെ കുറിച്ചും അത് എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും അത് വെച്ച് നമുക്ക് എങ്ങനെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ പാർട്ട് 1 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുന്ന കാര്യം ശ്രദ്ധിക്കുക. കാരണം ആ ഒരു വീഡിയോയിൽ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബേസിക്സിനെ കുറിച്ചും അതേപോലെ തന്നെ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ സൈക്കോളജി നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളൊരു മെത്തേഡിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഒരു സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺസ്, ഒറ്റൊരു ക്യാൻഡിൽ വെച്ച് രൂപപ്പെടുന്ന കുറച്ച് പാറ്റേൺസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഈ ഒരു ഹാമർ ഹാങ്ങിങ് മാൻ പാറ്റേൺ, ഈ ഒരു രണ്ട് പാറ്റേണിനെ കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ നിന്നും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നോക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറച്ച് പാറ്റേൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇൻവേർട്ടഡ് ഹാമർ പാറ്റേൺ. ഹാമർ പാറ്റേണിന് സിമിലർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ് ഇൻവേർട്ടഡ് ഹാമർ പാറ്റേൺ. അപ്പോൾ ഇത് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആകുന്നത് ഒരു അല്ലെങ്കിൽ ഒരു ബിയറിഷ് മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇത് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെല്ലേഴ്സിൻ്റെ കയ്യിലായിരുന്നു മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ആ ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പ്രൈസ് ഡൗണിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു പ്രൈസ് ഡൗണിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം സെല്ലേഴ്സിന് ഇതിൻ്റെ പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ബയേഴ്സ് പയ്യെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ ഈ ഒരു ക്യാൻഡലിൻ്റെ പ്രൈസ് വീണ്ടും തിരിച്ചു മുകളിലേക്ക് കൊണ്ടുവരാൻ, ബുൾസിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ ഒരു ഹൈ വരെ പോയതിന് ശേഷം സെല്ലേഴ്സ് വീണ്ടും ഡൗണിലേക്ക് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഒരു എൻഡ് പോയിന്റിൽ ക്ലോസ് ആയി. അങ്ങനെ ഇത് ഒരു ഗ്രീൻ കളറിൽ ഉള്ള ഒരു ഇൻവേർട്ടഡ് ഹാമർ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് റെഡ് കളറിലും റെഡ് ക്യാൻഡലിലും ഫോം ചെയ്യും. ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൽ ഓപ്പൺ ആയതിനു ശേഷം സെല്ലേഴ്സ് ഡൗണിലേക്ക് ഈ ഒരു പോയിന്റ് വരെ ഡൗൺ കൊണ്ടുവരും, ബയേഴ്സ് ഈ ഒരു പോയിന്റ് ഒരു അപ്പ് കൊണ്ടുവരും, ഈ ഒരു പ്രൈസിൽ ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെ റെഡ് ക്യാൻഡിലും നമുക്ക് ഇതിൻ്റെ ഒരു വകഭേദം കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഇത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് ഗ്രീൻ കളറിൽ ഫോം ചെയ്യുന്ന ഇൻവേർട്ടഡ് ഹാമർ പാറ്റേൺ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വാച്ച് ചെയ്യേണ്ടത് ഇതിന് ശേഷം വരുന്ന ക്യാൻഡിൽ ഫോർമേഷനാണ്. കാരണം നമുക്ക് ഇതൊരു റിവേഴ്സ് ബയേഴ്സ് വീണ്ടും മാർക്കറ്റിലേക്ക് വരുന്നു എന്നുള്ളൊരു സിഗ്നൽ മാത്രം അല്ലെങ്കിൽ അതിനുള്ളൊരു ഇൻഡിക്കേറ്റർ മാത്രം നമുക്ക് ഈ ഒരു പാറ്റേണിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് വീണ്ടും ഒരു റിവേഴ്സൽ ആയി എന്നുള്ള കൺഫർമേഷൻ ഇതിന് ശേഷം ഫോം ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് വേണം നമ്മൾ കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇതിന് ശേഷം ഫോം ചെയ്യുന്ന പാറ്റേൺ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ് എങ്കിൽ, ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എൻഡ് ആവുകയാണ് എങ്കിൽ നമുക്കിതിന് ഏകദേശം ഒരു കൺഫർമേഷനായിട്ട് എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിൽ നമുക്ക് എൻട്രി പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ ലോയിൽ എന്ന് പറയുമ്പോൾ ചിലർ ക്ലോസിംഗ് പ്രൈസിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ചുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ അത് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടാർഗറ്റ് പ്രൈസും ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൺഫർമേഷനായിട്ട് ഇതിന് ശേഷം ഫോം ചെയ്യുന്ന ക്യാൻഡിൽ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് മാത്രമേ കൺഫർമേഷൻ എടുക്കാൻ പാടുള്ളൂ. ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില ട്രേഡേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ സൂപ്പർ ട്രെൻഡ് അങ്ങനത്തെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സും കൂടി കൺഫർമേഷനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ട്രെൻഡ് ലൈനിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകളൊക്കെ അവർ ഉപയോഗപ്പെടുത്തി അതിനെ ട്രേഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോർമേഷനൊക്കെ നടക്കുമ്പോൾ മാർക്കറ്റിലുള്ള വോളിയവും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നല്ല വോളിയത്തിലുള്ള സ്റ്റോക്കുകളാണെങ്കിൽ മാത്രം ഈ ഒരു ഫോർമേഷൻ ഉപയോഗപ്പെടുത്തുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ തന്നെ ഫോം ചെയ്യുന്ന വേറൊരു ബിയറിഷ് സിംഗിൾ ക്യാൻഡിൽ റിവേഴ്സ് പാറ്റേൺ ആണ്, ബിയറിഷ് പാറ്റേൺ ആണിത്, ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ പാറ്റേൺ. അപ്പോൾ ഇത് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആകുന്നത് ഒരു ബുൾ മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷനിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്യുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ബയേഴ്സ് ഈ ഒരു മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പണായ മാർക്കറ്റിൽ ബയേഴ്സ് ഈ ഒരു സ്റ്റോക്കിനെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ സെല്ലേഴ്സിൻ്റെ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ കാരണം മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വീണ്ടും ഡൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ ഈ ഒരു പോയിന്റിൽ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു വടംവലി വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശക്തമായ സമയത്ത് സെല്ലേഴ്സിൻ്റെ പ്രഷർ കാരണം ഓപ്പണിംഗ് പ്രൈസ് ഈ ഒരു പ്രൈസിൽ ഓപ്പണായ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയി കറക്ഷൻ നടന്നതിന് ശേഷം ഈ ഒരു എൻഡിൽ ക്ലോസ് ആവുന്നു. അപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേണിന് നമുക്ക് ഗ്രീൻ കളറിലും റെഡ് കളറിലും കാണാം. എന്നിരുന്നാലും റെഡ് കളറിലുള്ള പാറ്റേൺ ആണ് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേണിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ലോങ് അപ്പർ ഷാഡോ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ റിയൽ ബോഡി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു റിയൽ ബോഡിയേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ നമ്മൾ ഇങ്ങനത്തെ ഒരു അപ് ട്രെൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിയറിഷ് റിവേഴ്സലിനുള്ളൊരു സാധ്യതകൾ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നിന്നും ഊഹിച്ചെടുക്കാം. പക്ഷേ കൺഫർമേഷനായിട്ട് തീർച്ചയായിട്ടും അടുത്ത ക്യാൻഡിൽ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്യാൻഡിലിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഷോർട്ട് സെല്ലിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ഒരു പോയിന്റിൽ എൻട്രിക്കുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെയും നമ്മൾ വോളിയം വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇതിനോടൊപ്പം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ള വേറൊരു പാറ്റേൺ ഉണ്ട്, ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറഞ്ഞത്. നമുക്ക് ആ ഒരു പാറ്റേണിനെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഫോം ചെയ്യുന്ന ഒരു സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺ ആണ് ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡ് പാറ്റേൺ. അപ്പോൾ ഇതും സിഗ്നിഫിക്കൻ്റ് ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണിത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിലാണ് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. ഒരു ബുള്ളിഷ് റിവേഴ്സലിനുള്ള സാധ്യതകൾ ഈ ഒരു പാറ്റേൺ സൂചിപ്പിച്ച് തരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൽ ഓപ്പണായ മാർക്കറ്റ് സെല്ലേഴ്സിനെ ഈ ഒരു പ്രൈസിൽ നിന്നും താഴേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടേ ഇല്ല മാർക്കറ്റിനെ. പിന്നീട് ബയേഴ്സിൻ്റെ അല്ലെങ്കിൽ ബുൾസിൻ്റെ കൺട്രോളിലായിരുന്നു മാർക്കറ്റ് ഫുള്ളും ആ ഒരു ഡേ മുഴുവനായിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പണിംഗ് പ്രൈസിൽ നിന്നും സെല്ലേഴ്സിന് ഈ ഒരു സ്റ്റോക്കിനെ താഴേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോവർ ലെഗ് അല്ലെങ്കിൽ ലോവർ ഷാഡോ ഈ ഒരു പാറ്റേണിന് ഉണ്ടാകത്തില്ല. അപ്പം ഈ ഒരു പാറ്റേണിൻ്റെ അപ്പർ ഷാഡോ നോക്കിക്കഴിഞ്ഞാലും വളരെ ചെറുതായിരിക്കും സാധാരണഗതിയിൽ. അതുമാത്രമല്ല ഈ ഒരു പാറ്റേൺ നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാറ്റേൺ കൂടിയാണ്. ഇതിന് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പാറ്റേൺ ആണ് ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് എന്ന് പറഞ്ഞ പാറ്റേൺ. അപ്പോൾ ഇതിന് അപ്പർ ഷാഡോ ഉണ്ടാവത്തില്ല. അന്ന് മാർക്കറ്റ് മുഴുവനായിട്ടും സെല്ലേഴ്സിൻ്റെ കൺട്രോളിലായിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഒരു ക്യാൻഡിലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതായത് ഡേ ട്രേഡറായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. അതുമാത്രമല്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ദിവസം ഓപ്പണായ മാർക്കറ്റ് ആദ്യത്തെ 30 മിനിറ്റിനുള്ളിൽ അന്നത്തെ ഓപ്പണിംഗ് പ്രൈസിനെ ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡിൻ്റെ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ കേസിൽ അന്ന് ഓപ്പണായ പ്രൈസിൽ നിന്നും സെല്ലേഴ്സിന് അല്ലെങ്കിൽ ഓപ്പൺ പ്രൈസിൽ നിന്നും ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഒരു 30 മിനിറ്റിനുള്ളിൽ മാർക്കറ്റ് താഴേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ തുടരാനുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ബയസിൽ തുടരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതേപോലെ തന്നെ ബിയറിഷ് മാർക്കറ്റ് ആണെങ്കിൽ ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് ആണെങ്കിൽ ഓപ്പണായ പ്രൈസിൽ നിന്നും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല, ആദ്യത്തെ 30 മിനിറ്റിനുള്ളിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്ന് മുഴുവനും മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് നിൽക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ പലപ്പോഴും മാർക്കറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചപ്പോഴൊക്കെ അത് കറക്റ്റാണ് എന്ന് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കിതിനകത്ത് ഒരു 100% കൺഫർമേഷൻ പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് നിങ്ങളിനി മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അത് എത്രമാത്രം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എത്രമാത്രം കറക്റ്റായിട്ട് വരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു റൂളിനെ പറ്റി, ഈ ഒരു 30 മിനിറ്റ് റൂളിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കൺഫർമേഷൻ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ പോസിബിലിറ്റി അല്ലെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചതിന് ശേഷം, ഈ ഒരു റൂൾ ശ്രദ്ധിച്ചതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തതായിട്ട് 2 ക്യാൻഡിൽ വെച്ച് രൂപപ്പെടുന്ന കുറച്ച് പാറ്റേൺസ് നോക്കാം. പിയേഴ്സിംഗ് ലൈൻ എന്ന് പറഞ്ഞൊരു പാറ്റേൺ, ഇത് ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിൽ വരുന്ന മാർക്കറ്റിലാണ് ഇത് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെല്ലേഴ്സിൻ്റെ കൺട്രോളിൽ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഒരു ഡൗണിൽ മാർക്കറ്റ് ഓപ്പണായി. ആ ഒരു പോയിന്റിൽ സെല്ലേഴ്സ് ഈ ഒരു മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ബയേഴ്സിൻ്റെ പ്രഷർ കാരണം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി. ഇതിനു മുമ്പ് ഫോം ചെയ്ത ബിയറിഷ് ക്യാൻഡിലിൻ്റെ പകുതിക്ക് മുകളിലായിട്ട്, അതായത് ഈ പകുതിക്ക് മുകളിൽ ക്ലോസ് ചെയ്യിക്കാൻ ബുൾസിന് സാധിച്ചു, ബയേഴ്സിന് സാധിച്ചു.
അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിനെ, ഈ ഒരു ബിയറിഷ് ക്യാൻഡിലിനെ മുറിച്ച് കടന്നുകൊണ്ട്, അതിൻ്റെ പകുതിക്ക് മേലെ മുറിച്ച് കടന്നുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ എൻഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിൽ ഒരു റിവേഴ്സൽ വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ തരുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇതിനെ മുഴുവൻ ഈ ഒരു ക്യാൻഡിലിനെ മുഴുവൻ റിക്കവർ ചെയ്യാൻ, ഈ ഒരു ബിയറിഷ് ക്യാൻഡിലിനെ മുഴുവൻ റിക്കവർ ചെയ്യാൻ ബുൾസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് തുടരാനുള്ളൊരു സാധ്യതകൾ വീണ്ടും ഉണ്ട് എന്നാണ് ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം ഫോം ചെയ്യുന്ന ക്യാൻഡിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അത് വീണ്ടും നമുക്കൊരു കൺഫർമേഷൻ തരികയാണ് എങ്കിൽ നമുക്ക് ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിൽ നമുക്ക് എൻട്രി കൊടുക്കാം, ലോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്യാം. റിസ്ക് റിവാർഡ് റേഷ്യോ അനുസരിച്ച് നമുക്ക് ടാർഗറ്റ് പ്രൈസും ഫിക്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷനുകളിലും തീർച്ചയായിട്ടും വോളിയം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ, ആ ഒരു ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം നമുക്ക് എൻട്രിയും ടാർഗറ്റും ഒക്കെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് ചെറിയ ക്യാൻഡിൽ, അതായത് ലോങ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ക്യാൻഡിലുകളിലും നമുക്ക് പിയേഴ്സിംഗ് ലൈൻ കണ്ടെത്താൻ സാധിക്കും. എന്നിരുന്നാലും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു ലോങ് ക്യാൻഡിലുകളിൽ ഇങ്ങനത്തെ ഒരു പിയേഴ്സിംഗ് ലൈൻ പാറ്റേൺ ഫോം ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ വോളിയവും നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഡാർക്ക് ക്ലൗഡ് കവർ. അപ്പോൾ ഇതൊരു ബുൾ മാർക്കറ്റുകളിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആവുക. അപ്പോൾ ഇതിന് മുമ്പ് ഈ ഒരു ക്യാൻഡിലിന് മുമ്പ് ഫോം ചെയ്ത പ്രീവിയസ് ഡേയുടെ ബുൾ ക്യാൻഡിലിനെ അതിൻ്റെ 50% മുകളിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് മാർക്കറ്റ് ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറഞ്ഞ പാറ്റേൺ ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ, ബുൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ഇത് ബിയേഴ്സിന് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. സെല്ലേഴ്സിന് സെൻറ്റിമെൻറ്റ്സ് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശേഷം ഫോം ചെയ്യുന്ന പാറ്റേൺ ഇവിടെയും തീർച്ചയായിട്ടും നിങ്ങൾ ട്രാക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഒരു ഷോർട്ട് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് അടുത്ത ക്യാൻഡിലിൽ നിന്ന് കൺഫർമേഷൻ എടുത്ത് കിട്ടുന്നതാണ്. ഇനി അടുത്തായിട്ട് ഡോജിയുടെ കുറച്ച് വകഭേദങ്ങളാണ്. ഡോജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ന്യൂട്രൽ പാറ്റേൺ ആണ്. അന്ന് മാർക്കറ്റിൽ പ്രത്യേകിച്ചൊരു മൂവ്മെൻറ്റുകൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇല്ല, ന്യൂട്രലായിട്ടും ക്ലോസ് ആയി എന്നാണ് ഡോജി സൂചിപ്പിക്കുന്നത്. അത് പലവിധമുണ്ട്. ലോങ് ലെഗ്ഡ് ഡോജി, അതേപോലെ തന്നെ ഡോജി ക്രോസ്, പിന്നെ അതുപോലെ തന്നെ 4 പ്രൈസ് ഡോജി. ഇത് മാർക്കറ്റ് സർക്യൂട്ട് ലിമിറ്റിൽ ലോക്ക് ആകുമ്പോഴാണ് നോർമലി ഇങ്ങനത്തെ ഒരു 4 പ്രൈസ് ഡോജി എന്ന് പറഞ്ഞ പാറ്റേൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഡോജിയുടെ പല വകഭേദങ്ങളുണ്ട്. ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് തന്നെ നമുക്ക് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അന്ന് ബയേഴ്സ് ഓപ്പണായ മാർക്കറ്റ് അതേ പ്രൈസിൽ തന്നെ ക്ലോസ് ആവുന്നു. അതായത് ബയേഴ്സും സെല്ലേഴ്സും ബലാബലത്തോടു കൂടി നിലനിൽക്കുകയാണ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന രീതിയിൽ നിലനിൽക്കുമ്പോഴാണ് ഡോജി ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇനി അതേപോലെ തന്നെ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് മാരുബോസു എന്ന് പറഞ്ഞ പാറ്റേൺ. ഇതൊരു ജപ്പാനീസ് ടേം ആണ്. ഇത് സൂചിപ്പിക്കുന്നത്, ഈ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ ബാൾഡ് ഹെഡ്, മൊട്ടയായിട്ട് നിൽക്കുന്നു എന്നാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൽ അത് ഗ്രീൻ ക്യാൻഡിലും ഉണ്ടാവും, റെഡ് ക്യാൻഡിലും ഉണ്ടാവും. ആ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് ഓപ്പൺ ആയതിനു ശേഷം ഇതിനകത്ത് ഷാഡോസ് ഉണ്ടാകത്തില്ല. അപ്പർ ഷാഡോയോ ലോവർ ഷാഡോയോ ഈ ഒരു ക്യാൻഡിലിന് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഒരു മൊട്ട എന്നുള്ളൊരു പേര് വരുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൈസിൽ ഓപ്പൺ ആയതിനു ശേഷം, ബുൾ ക്യാൻഡിലാണ് എങ്കിൽ ഒരു പ്രൈസിൽ ഓപ്പൺ ആയതിനു ശേഷം അന്ന് മുഴുവൻ ബുൾസിൻ്റെ കൺട്രോളിലായിരുന്നു, ഒരു പുതിയ ഹൈയിൽ ക്ലോസ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ അന്നത്തെ ഹൈ പ്രൈസിൽ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നു. സെല്ലേഴ്സിന് അവിടെ വലിയ റോളില്ല, ബയേഴ്സിൻ്റെ കൺട്രോളിലായിരുന്നു ഫുൾ മാർക്കറ്റ്. അതുപോലെ തന്നെ ബിയറിഷ് ക്യാൻഡിലാണ് എങ്കിൽ ഓപ്പൺ ആയതിനു ശേഷം അന്നത്തെ മാർക്കറ്റ് മുഴുവൻ സെല്ലേഴ്സിൻ്റെ കൺട്രോളിലായിരുന്നു. ഒരു പുതിയ ലോയിൽ, അന്നത്തെ ഡേയ്സ് ലോയിൽ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നു. സെല്ലേഴ്സിൻ്റെ കയ്യിലായിരുന്നു മാർക്കറ്റ് ഫുൾ കൺട്രോൾ. ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ സാധിക്കത്തില്ല. ഒരു ബുൾ മാർക്കറ്റിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അത് ട്രെൻഡിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടും, ഒരു ബിയറിഷ് മാർക്കറ്റിലാണ് ഇങ്ങനത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിൽ ട്രെൻഡ് റിവേഴ്സിനുള്ളൊരു സാധ്യതകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിനെ. അതുപോലെ തന്നെ ബിയറിഷ് ക്യാൻഡിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് ഒരു ബിയറിഷ് മാർക്കറ്റിലാണ് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ടും, ബുൾ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അത് ട്രെൻഡ് റിവേഴ്സിനുള്ളൊരു സാധ്യതകളുമായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻഡിലിനെ കണ്ടെത്താവുന്നതാണ്. ഇനി ഡോജിയുടെ വേറെ 2 വകഭേദങ്ങളുണ്ട്. ഗ്രേവ് സ്റ്റോൺ ഡോജി, ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഇത് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാറിന് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആകുന്നത് ഒരു ബുൾ മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ളൊരു സാധ്യതകളാണ് ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൽ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം
അന്ന് ബയേഴ്സ് മാർക്കറ്റിനെ നല്ല രീതിയിൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ അതിന് ലോങ് അപ്പർ ഷാഡോ ഉണ്ടാവും. പക്ഷേ അന്ന് സെല്ലേഴ്സിൻ്റെ സെല്ലിംഗ് പ്രഷർ കാരണം വീണ്ടും അന്നത്തെ ഓപ്പണിംഗ് പ്രൈസിൽ തന്നെ വീണ്ടും മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഓപ്പണിംഗ് പ്രൈസും അന്നത്തെ ലോ പ്രൈസും അന്നത്തെ ക്ലോസിംഗ് പ്രൈസും സെയിം ആയിട്ടായിരിക്കും ഈ ഒരു ക്യാൻഡിലിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ സെല്ലേഴ്സ് വീണ്ടും മാർക്കറ്റിലേക്ക് എൻട്രി ആവുന്നു എന്നുള്ളൊരു സൂചനകൾ ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ശേഷം വരുന്ന പാറ്റേൺ ഫോർമേഷൻ നോക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഏകദേശം കൺഫർമേഷൻ എടുത്ത് നമുക്ക് ഷോർട്ട് സെല്ലിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താവുന്നതാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാറ്റേൺ ആണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഇതൊരു ഡൗൺ ട്രെൻഡിലാണ് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആവുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഓപ്പണിംഗ് പ്രൈസും അന്നത്തെ ഹൈ പ്രൈസും അന്നത്തെ ക്ലോസിംഗ് പ്രൈസും സെയിം ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇതിനൊരു ലോങ് ലെഗും ഉണ്ടാവും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സ് ഡൗൺ ട്രെൻഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ വീണ്ടും പ്രൈസിനെ ഡൗണിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ബട്ട് ബയേഴ്സിൻ്റെ പ്രഷർ കാരണം വീണ്ടും അന്നത്തെ ഓപ്പണിംഗ് പ്രൈസിലേക്ക് മാർക്കറ്റ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം ഫോം ചെയ്യുന്ന പാറ്റേൺ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ട്രെൻഡ് ലൈൻ, സൂപ്പർ ട്രെൻഡ് അങ്ങനത്തെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ഇതിനോടൊപ്പം യൂസ് ചെയ്യാം. വോളിയവും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി മൾട്ടി ക്യാൻഡിൽ പാറ്റേൺ ആണ് നമ്മൾ കുറച്ച് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ റൈസിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞൊരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ബിയറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചാർട്ട് ഫെഡറൽ ബാങ്കിൻ്റെ കുറച്ച് നാൾ മുമ്പുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഈ ഒരു ഡേ ചാർട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൻ്റെ ഡേ ചാർട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ട്രെൻഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പുതിയ ഹൈസും പുതിയ ലോസും ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ കൺവേർജ് ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും. 2 ട്രെൻഡ് ലൈനും കൂടെ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും കൂട്ടിമുട്ടും. അതായത് ട്രേഡിംഗ് കൂടുതൽ നാരോവർ ആയിട്ടുള്ള റേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിന് അപ്പെക്സ് എന്നൊരു പേരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺവേർജ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്കൗട്ടുകൾ വരുന്ന ട്രെൻഡ് ലൈനിനെ നമുക്ക് സപ്പോർട്ടായിട്ട് എടുത്തിട്ട് ആ ഒരു ട്രെൻഡ് ലൈനിനെ എപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ആകുന്നു അതിനുശേഷം ഒരു സഡൻ ഫാളിനുള്ളൊരു സാധ്യതയാണ് ഈ ഒരു റൈസിംഗ് വെഡ്ജ് പാറ്റേൺ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റു പാറ്റേൺ പോലെ ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട പാറ്റേൺസ് പോലെ നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാറ്റേണിനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രെൻഡ് ലൈനിനെ മാത്രം സപ്പോർട്ടായിട്ട് വെച്ച് അതിനെ എപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നോ അതിനുശേഷം ഒരു സഡൻ ഫാൾ ആണ് നോർമലി ഈ ഒരു പാറ്റേണിൽ ഉണ്ടാവുക. ബിയറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ മൾട്ടി ക്യാൻഡിൽ പാറ്റേൺസ് നമുക്ക് ഇനിയുണ്ട് കുറേ. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ, ഇങ്ങനെയുള്ള പല പാറ്റേൺസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പാറ്റേൺസ് ഒക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഇനി നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള പാറ്റേൺസിനെ ഒരു റെഫറൻസിനായിട്ട് ഒരു ഷീറ്റ് പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺ, അതേപോലെ തന്നെ സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺ, 2 ക്യാൻഡിൽ പാറ്റേൺ, 3 ക്യാൻഡിൽ പാറ്റേൺ, അതുപോലെ തന്നെ ഓരോന്നും ബുള്ളിഷ് റിവേഴ്സലിനെയാണോ അതോ ബിയറിഷ് റിവേഴ്സലിനെയാണോ ന്യൂട്രൽ പാറ്റേൺ ആണോ എന്നുള്ളതിനെ ഒരു കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചീറ്റ് ഷീറ്റ് പോലെയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഒരു റെഫറൻസിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ, ചാർട്ടൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ക്യാൻഡിലുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന് പുറമേയും നമുക്ക് കുറേ പാറ്റേൺസ് ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാറ്റേണിനെ കുറിച്ചും നിങ്ങൾ റെഫർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ എത്രമാത്രം നിങ്ങളൊരു അനാലിസിസിലൂടെ ഈ ഒരു പാറ്റേണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു, അതേപോലെ തന്നെ അത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രത്തോളം നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് മാർക്കറ്റുകളിൽ കിട്ടും. അത് നമുക്ക് കൂടുതൽ ലേണിങ്ങിന് ഉപകാരമാകത്തേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റ നിങ്ങൾ റെഫറൻസിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ പറഞ്ഞ 30 മിനിറ്റ് റൂള്, അതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.